ഹൃദയത്തിൽ ഞാൻ സെക്കൻഡ് ഹാഫിൽ പ്രണവിൻ്റെ അടുത്ത് ക്യാമറ ബസ്സിൽ കയറ്റി ചോദിക്കുന്ന ഒരു സീൻ ഞാൻ വളരെ ഞാൻ മനസ്സിൽ എൻ്റെ ഗുരുവാണല്ലോ, ഞാൻ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, പഴയ പോലെ അല്ല. കാര്യം അദ്ദേഹം എന്നെ തട്ടം കഴിഞ്ഞിട്ട് വടക്കൻ സെൽഫി വേണ്ടി ഇപ്പോഴാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 5-6-7 വർഷമായല്ലോ. ഞാൻ നന്നായി ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ വളരെ ആ ക്യാമറ തരൂ ചെയ്ത് അളിയ അത് ഇത്ര സീരിയസ് ആവുന്നുണ്ട് അളിയനാണോ. അപ്പം ഞാൻ സമ്മതിക്കില്ല, അതായത് നന്നായിട്ട് കാണിക്കാൻ. ഞാൻ നാടകം ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയ ആളല്ല, സ്റ്റേജിലൊരു പെർഫോമൻസ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയുള്ള ആളല്ല ഞാൻ. അതിൻ്റെ ഒരു കുറവ് എന്നിലെന്നും ഒരു ഭയം ഉണ്ടാക്കാറുണ്ട്. ഏതൊരു പടത്തെയും ഉർവശി ചേച്ചി ഇച്ചിരി ചില അഭിനയമല്ല, ഉർവശി ചേച്ചി അയ്യോ അയ്യോ എന്ന് പറയുന്ന അത് അത് എനിക്കൊന്ന് ചേച്ചിയുടെ നിന്ന് വേറെ ആക്ടേഴ്സും എടുത്തിട്ടുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, സീനിയർ ആക്ടേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചേച്ചിയുടെ നിന്ന് ഫസ്റ്റ് എനിക്കൊന്ന് മലയാള സിനിമയിൽ അത് വന്നത് ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് അയ്യോ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ബാക്കിൽ ഒരു വലിയ സെറ്റ് കത്തുക, വീണ്ടും കത്തിക്കാൻ പറ്റൂല, ഒരു വലിയ ഒരു വില്ലന്മാരുടെ സങ്കേതം തീ ഇട്ടിട്ട് നടന്നു വന്ന വഴി ചോദിച്ചാൽ ഒരു ചവിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അടുത്ത് വന്നിട്ട് ഞാൻ ഇങ്ങനെ വന്നിട്ട് പതുക്കെ നെഞ്ച് തൊട്ടിട്ടൊക്കെ പോയി. അത് ഇപ്പോഴും ആ ഷോട്ടില് ഹൈ സ്പീഡ് സ്ലോ മോഷൻ കത്തുന്ന ഷോട്ടിൽ ഞാൻ അതാ ചെയ്തേക്കുന്നത്. എൻ്റെ മകൾ എൻ്റെ മുന്നിൽ നിന്ന് വിരലൊടിക്കുമ്പം എൻ്റെ റിയാക്ഷൻ, അപ്പം ഞാൻ വിഷ്ണുവോട് പറഞ്ഞു എൻ്റെ മുന്നിൽ നിന്ന് ആരും വരെ വിരലൊടിച്ചിട്ടില്ലല്ലോ, പിന്നെ വിരലൊടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോ തന്നെ ഒടിക്കുമ്പോ തന്നെ ഞാൻ റിയാക്ട് ആയില്ലല്ലോ, ചാടിക്കേറി പിടിക്കില്ല വേണ്ടേ. സിനിമാറ്റിക്കലി ആണല്ലോ നമുക്ക് ആ ഒരു കട്ട് റിയാക്ഷൻ ഒക്കെ വെച്ചിട്ട് നെക്സ്റ്റ്, അതാണല്ലോ ഒരു സിനിമ. റിയൽ ലൈഫിൽ ഇപ്പൊ എൻ്റെ മുമ്പ് ബെല്ലടിക്കാതെ നമ്മൾ ചാടി വീടില്ലേ, ഓടിക്കാൻ സമ്മതിക്കില്ലല്ലോ. അതെങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞുതരും. ഇപ്പൊ വിനോദ് ഷൊർണൂരേട്ടൻ വടക്കൻ സെൽഫിയിൽ എന്തോ ഒരു സീൻ എടുക്കുന്നതിന്റെ തലേദിവസം വന്നിട്ട് കലക്കൻ സീനാ നാളെ എടുക്കാൻ പോണേ, കലക്കണം. അപ്പൊ അത് അറിയാതിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ആസ് യൂഷ്വൽ പോയിട്ട് നമുക്ക് ആ ഒരു ഇതിപ്പോ കലക്കണല്ലോ അല്ലെ സംവിധാനത്തിലേക്ക്. ഇനി എപ്പോഴാണ് അപ്പൊ ഞാൻ ആക്ഷൻ സോങ് ഒക്കെ ആക്കിക്കോട്ടെ ചോദിച്ചു, ആക്കിക്കോളാൻ പറഞ്ഞു. ഇപ്പം ചുറ്റും ചുറ്റും വില്ലന്മാരാണ് അമ്പും വില്ലുമായെന്നൊക്കെ ആക്ഷൻ സോങ് ആക്കി. വേറെ എന്ത് ചെയ്യാൻ, എനിക്കും അറിയില്ലല്ലോ. എൻ്റെ 25 വയസ്സ് വരെ അത്യാവശ്യം നല്ല മെച്ചുവേർഡ് ആയിരുന്നു, ഞാൻ പക്വതയുള്ള ആളായിരുന്നു. എനിക്ക് സിനിമയിൽ വന്നവിടെ അത് പോയി. വെബ് സീരീസുകളുടെ കാലത്താണല്ലോ നമ്മള്. അവിടെയും അജുവിന്റെ ഒരു സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പം കേരള ക്രൈം ഫയലിലെ പോലീസ് ഓഫീസറായിട്ട്, പേരല്ലൂരിലൊരു പിന്നെ സൈക്കോ ആയിട്ട്, പിന്നെ ലവ് അണ്ടർ കൺസ്ട്രക്ഷനിൽ ഒരു തന്ത വൈബുള്ളൊരു ജ്യേഷ്ഠനായിട്ട് പപ്പൻ, അങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നു അജുവിലെ നടനെ തിരിച്ചറിയാൻ പ്രേക്ഷകരെ സഹായിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു എല്ലാം. ഞാൻ നാടകം ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടിയ ആളല്ല, സ്റ്റേജിലൊരു പെർഫോമൻസ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയുള്ള ആളല്ല ഞാൻ. അപ്പം അതിൻ്റെ ഒരു കുറവ് എന്നിലെന്നും ഒരു ഭയം ഉണ്ടാക്കാറുണ്ട് ക്യാമറയുടെ മുന്നിൽ. കാര്യം അതുണ്ടെങ്കിലേ ഒരു വ്യക്തി കോൺഫിഡൻ്റ് ആവുള്ളൂ. ആ ട്രെയിനിങ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഇനിയും കിട്ടിയിട്ട് കാര്യമില്ല, എല്ലാം ഒരു ഏജ് കിട്ടേണ്ടതാണ്. അപ്പം നമുക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി എപ്പോഴും ഉണ്ട്. നമ്മൾ ഇതിന് ട്രെയിൻഡ് അല്ല, നമുക്ക് പഠിച്ചേ പറ്റൂ. പക്ഷെ അതുകൊണ്ട് ഫോർമാറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പം ചിലർ നമുക്ക് ചോദിക്കില്ല, ഓണത്തിന് നമുക്ക് നമ്മുടെ ക്ലബിന് ഒരു വിഷ് വീഡിയോ തരാമോന്ന്. ഞാൻ അതും ഒരു റിഹേഴ്സലായിട്ട് എടുക്കാറുണ്ട്, 3-4-5 ടേക്കൊക്കെ എടുക്കാറുണ്ട്. വേറൊന്നുമല്ല, അത് ഇപ്പം ഇന്ന ക്ലബിലെ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്ന ഈ ചടങ്ങിന് നമ്മൾ എല്ലാവിധ ആശംസകളും. അത് പഠിക്കുക എന്നുള്ളത് ഞാൻ ആക്ച്വലി ഡയലോഗ് പഠിക്കുന്ന പോലെ നോക്കാറുണ്ട്. കാര്യം ചില പേരുകളൊക്കെ ഭയങ്കര പുതിയതായിരിക്കും, അത് ഓർക്കുമോ ഇല്ലയോ എന്ന് അറിയാനും ഞാൻ ഇങ്ങനെ വെച്ചിട്ട്. സോ എനി ആക്ടിങ് എനിക്കിഷ്ടമാണ്, പരസ്യം ചെയ്യുമ്പോഴും ഇഷ്ടമാണ്. ഞാൻ ഇന്നുവരെ ചെയ്ത പരസ്യങ്ങളൊന്നും വെറുതെ വന്നിട്ട് ഈ പ്രൊഡക്റ്റ് ഈ കണ്ണാടി കൊള്ളാമെന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല എന്നല്ല, മേ ബി ഒരു 5% ഉണ്ടാവുള്ളൂ മൊത്തം ഞാൻ ചെയ്ത പരസ്യങ്ങളിൽ. ബാക്കി എല്ലാത്തിലും ഒരു തിരക്കഥ, ഒരു കഥാപാത്രം ഉണ്ടാവും. കാര്യം അതെനിക്കിഷ്ടമാണ്. ബിക്കോസ് അത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് പ്രൊഡക്റ്റ് തന്നെ കൂടെ വിറ്റുപോയിക്കോട്ടെ, പക്ഷെ എനിക്കെന്താണ് ഒരു ടേക്ക് അവേ വേണ്ടേ. സീരിയലിൽ ഞാൻ ഭാഗമാവുന്നത് അതുകൊണ്ടാണ്. സോ ഫോർമാറ്റ് എനിക്ക് ഫോക്കസ് ഇത് വേണം എന്നില്ല.
പക്ഷെ ഇപ്പോഴത്തെ ഈ ഞാൻ എൻ്റെ കോവിഡിന് ശേഷം എടുത്ത ചോയ്സിൽ ഒരെണ്ണമായിരുന്നു കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. അത് ഇത് വന്നപ്പം വെബ് സീരീസ് വന്നപ്പം നല്ല പോലെ ഈ 3 കിട്ടി. കേരള ക്രൈം ഫയൽസും ശരി, കേരള ക്രൈം ഫയൽസ് ഇങ്ങോട്ട് വന്നാണ്. പേരില്ലൂർ മാത്രമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അനന്തപത്മനാഭൻ ചേട്ടനോട് ഞാനിങ്ങനെ, അദ്ദേഹം ഒരു ജ്യേഷ്ഠനെ പോലാണ്, അപ്പോൾ അദ്ദേഹത്തിനോട് ഇങ്ങനെ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രം സാരഥി ചേട്ടൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു വെബ് സീരീസ്. ഞാൻ ചോദിച്ചു അതിൽ എന്തൊക്കെയുണ്ട്. അപ്പം വ്ളോഗുകളാണ് ദീപുവിൻ്റെ. ഞാൻ വ്ളോഗ് വായന ഇല്ലാത്തൊരു ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്താ പറയാമെന്ന് ചോദിച്ചു. എനിക്ക് കേൾക്കുന്നത് പിന്നെ ഇഷ്ടമാണ്, പെട്ടെന്ന് കുറേ നേരം കേൾക്കും. അപ്പോൾ അങ്ങനെ ഞാൻ, ദീപു എൻ്റെ സുഹൃത്താണ്, കുഞ്ഞിരാമായണം തന്ന ആളാണ്. അതിന് മുന്നേ ബിബിൻദാസും ദീപും കൂടെ ഞങ്ങൾ ഉണ്ണിമൂലം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ദീപുവിനോട് ചോദിച്ചപ്പോൾ ദീപും പ്രവീൺ ചേട്ടനും എനിക്ക് ഏത് ക്യാരക്ടർ ചൂസ് ചെയ്തോളാൻ പറഞ്ഞിട്ട് ബ്ലോഗുകൾ അയച്ചു തന്നു. ഞാൻ പപ്പേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു ഇതിലേതാ രസം എന്ന് ചോദിച്ചു. കാരണം അദ്ദേഹത്തിന് നല്ല വായനയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വായിക്കുന്ന ഒരാൾക്ക് അത് വായിച്ച് കിട്ടുമല്ലോ എങ്ങനെയാണ്. സൈക്കോ ബാലൻ നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അത് അങ്ങനെ കിട്ടിയതാണ്. ഇത് ലാസ്റ്റ് നിമിഷം കിട്ടിയാണ് ലവ് ആൻഡ് കൺസ്ട്രക്ഷൻ. എനിക്ക് തോന്നുന്നു മറ്റ് 2 നടന്മാരുടെ ഒരു അവൈലബിലിറ്റി ഇഷ്യൂ വന്നു. അങ്ങനെ വളരെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് അത് ഞാൻ 1 ലൈൻ ഇതേപോലെ വിഷ്ണുവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഒരു ബാൽക്കണിയിൽ നിന്ന്. എൻ്റെ സുഹൃത്താ പാളിയ എന്താണ് ഇതിൻ്റെ എന്ന്. അപ്പം ഞാൻ ആദ്യം മനസ്സുകൊണ്ട് ഞാൻ നിന്റെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. പിന്നെ ഈ ഫോർമാലിറ്റി ഓഫ് കഥ പറച്ചിൽ, കാര്യം ഷൂട്ട് എന്താണെങ്കിലും ഒരു 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ചെയ്യാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. പിന്നെ ഇപ്പോഴേ നമ്മളത് അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാനൊന്നും എനിക്കറിയില്ല. ഇപ്പം ചെയ്യാൻ പറഞ്ഞാൽ എക്സ്റ്റംബർ ചെയ്യാന്നല്ലാതെ, അല്ലെങ്കിൽ പോട്ടെ റീടേക്ക് എടുത്തെടുത്തെടുത്ത് പോകാന്നല്ലാതെ 2 മാസം മുന്നേ ഒന്നും. അപ്പം ഞാൻ കഥ എന്താന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കഥ ഇതാണ്, ഇങ്ങനെ ഒരു കസിൻ ദുബായിൽ ഫോൺ കൊടുത്തു പപ്പനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അന്ന് വിഷ്ണുവോട് പറഞ്ഞിരുന്നു, ഞാൻ ചെയ്താലും ഇല്ലെങ്കിലും ശരി, വേറെ റീപ്ലേസ്മെന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ. ഈ പപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരുപാട് പേരുടെ റെപ്രസെൻറ്റേഷനാണ്. ഇവരെല്ലാം ചിലപ്പോൾ ഒരു 10-30 വർഷം കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവില്ല. അത് എല്ലാ കഥാപാത്രങ്ങൾക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല ഒരു നടനെ സംബന്ധിച്ച്. അത് റെപ്രസെൻറ്റേഷനാണ്. ഇപ്പോൾ വെള്ളിമൂങ്ങ അങ്ങനത്തെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അത് ഓർത്തിരിക്കുന്നത്. വടക്കൻ സെൽഫിയിൽ ഒരു റെപ്രസെൻറ്റേഷൻ. കാര്യം ഇങ്ങനെ എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടുകാരൻ. റെപ്രസെൻറ്റേഷനുള്ള ഓത് സപ്പോർട്ടുള്ള റോൾസ് വന്ന അത് ടൈംലെസ് ആണ്. അത് എനിക്ക് ആ ബ്ലെസ്സിങ് കിട്ടിയിട്ടുണ്ട്. എവിടെയോ അങ്ങനത്തെ റോൾസ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു നടനെ സംബന്ധിച്ച് എന്താ പറയുക, നമുക്ക് സന്തോഷം അല്ലെങ്കിൽ നന്ദി ഉള്ള ആളാണ് ഞാൻ ആ കാര്യത്തിൽ. ഒരുപാട് വേഷങ്ങൾ, ഇപ്പം വടക്കൻ സെൽഫി, മിന്നൽ മുരളി, സക്കറിയയുടെ ഗർഭിണികൾ, ഫിനിക്സ്, അത് കഴിഞ്ഞ് ഗഗനചാരി, അങ്ങനെ ഒരുപാട് സിനിമകൾ, പല വേഷങ്ങൾ. ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ളത് ഏത് കഥാപാത്രം ചെയ്യുമ്പോഴാണ്? എല്ലാം ടഫാണ്. അങ്ങനെ ബാലികേറാമല എന്നല്ല ഞാൻ പറയുന്നത്. ഷോട്ടിൽ നിൽക്കുമ്പോൾ നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്. എല്ലാ ഷോട്ടിലോ ഡയലോഗ്സിലോ നല്ല ഞാൻ പറയണേ. ജെനുവിൻലി ഇപ്പോൾ അവർ പറയുകയാണ് ഇതൊരു നല്ല സീനാണെന്ന് പറഞ്ഞാൽ പോയി. അതായത് അവർ നല്ലൊരു സീൻ എഴുതിയെന്ന് അവിടെ എല്ലാവർക്കും തോന്നലുണ്ടെങ്കിൽ നമ്മൾ ആ സീനിൽ ഭാഗമാകാൻ പോവുകയാണെങ്കിൽ അതൊരു എക്സ്ട്രാ ഒരു ബാധ്യത നമുക്ക്. ഓൾറെഡി അത് നല്ലതാണ്, ഇനി നമ്മളത് നന്നാക്കിയില്ലെങ്കിൽ എന്നുള്ളൊരു സാധനമില്ലേ. അതെങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം വിനോദ് ഷൊർണൂരേട്ടൻ വടക്കൻ സെൽഫിയിൽ എന്തോ ഒരു സീൻ എടുക്കുന്നതിൻ്റെ തലേദിവസം വന്നിട്ട് കലക്കൻ സീനാ നാളെ എടുക്കാൻ പോണേ, കലക്കണം. അപ്പം അതറിയാതിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ആസ് യൂഷ്വൽ പോയിട്ട് നമുക്ക് ആ ഒരു കലക്കണല്ലോ അല്ലേ, കലക്കണം എന്ന് പറയും. അതായത് അവർ പ്രതീക്ഷിക്കേണ്ടത് പറയുമ്പോൾ നമുക്കതൊരു അത് ചില സമയത്ത് കൂടുതൽ ഭയപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഈസി എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ ഈസി ആയിട്ട് അഭിനയിക്കുന്നത് പരസ്യങ്ങളിലാണ്. കാര്യം എനിക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്തമില്ലല്ലോ. പ്രേക്ഷകർ വന്നിട്ട് അതെന്താടോ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കില്ലല്ലോ. പരസ്യങ്ങളിൽ ഞാൻ കുറച്ചുകൂടി ഫ്രീ ആണ്, ടെൻഷൻ കുറഞ്ഞാണ്. പക്ഷെ അല്ലാതെ സിനിമയോ അല്ലെങ്കിൽ വെബ് സീരീസോ ഷോർട്ട് ഫിലിംസോ ഒക്കെ ചെയ്യുമ്പോഴും
എന്നാലും ഒരുപാട് ടഫായി എന്ന് തോന്നിയിട്ടുള്ള കഥ ഫീനിക്സിലെ ഒരു ഷോട്ട് ആയിരിക്കും 41 ടേക്ക് പോയി. എന്റെ മകൾ എന്റെ മുന്നിൽ നിന്ന് വിരലൊടിക്കുമ്പം എന്റെ റിയാക്ഷൻ. അപ്പൊ ഞാൻ വിഷ്ണുവോട് പറഞ്ഞു, എന്റെ മുന്നിൽ നിന്ന് ആരും വരെ വിരലൊടിച്ചിട്ടില്ലല്ലോ. പിന്നെ വിരലൊടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോ തന്നെ ഒടിക്കുമ്പോ തന്നെ ഞാൻ റിയാക്ട് ആയില്ലല്ലോ, ചാടിക്കേറി പിടിക്കില്ല വേണ്ടേ. സിനിമാറ്റിക്കലി ആണല്ലോ നമുക്ക് ആ ഒരു കട്ട് റിയാക്ഷൻ ഒക്കെ വെച്ചിട്ട് നെക്സ്റ്റ്, അതാണല്ലോ ഒരു സിനിമ. റിയൽ ലൈഫിൽ ഇപ്പൊ എന്റെ മുമ്പ് വെല്ലടിക്കാതെ നമ്മൾ ചാടി വീടില്ലേ, ഓടിക്കാൻ സമ്മതിക്കില്ലല്ലോ. അപ്പൊ അതെനിക്ക് ഭയങ്കര ചില കാര്യങ്ങളും ഞാൻ അങ്ങനെ റിലേറ്റ് ചെയ്യുന്നത്. നമ്മൾ റിയൽ ലൈഫിൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നൊരു സംഭവം നമ്മൾ ഓർക്കുമല്ലോ. ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുക എന്ന് വെച്ചിട്ടാണല്ലോ നമ്മളങ്ങ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്ന സിനിമയിൽ ഇന്ന ആൾ ഇങ്ങനെ, ഇത് എനിക്ക് രണ്ടിനും റെഫറൻസ് ഇല്ലാതായിപ്പോയി. ഒന്നിനും റിയൽ ലൈഫിലും ഇല്ല, വേറൊരു സിനിമയിലും ഇല്ല. അങ്ങനെ വിഷ്ണു ഒരു 10-25 അല്ലെങ്കിൽ ഒരു 10-30 വിളിച്ചിട്ടുണ്ടാവും. ഞാനൊരു 10 ചോദിച്ചിട്ടുണ്ട്. ഒരു തൃപ്തി കിട്ടുന്നില്ല ഒന്നിനും. അവസാനം ഏതോ ഒരെണ്ണം ഒപ്പിച്ചു എന്ന് പറയുന്നുള്ളൂ. ബിക്കോസ് ഇന്നും എനിക്ക് സെയിം ഷോട്ട് റിപ്പീറ്റ് തന്നാൽ എനിക്ക് പാടാ. ബിക്കോസ് ഒരു അച്ഛൻ അതെങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള മേ ബി എനിക്കത് കിട്ടുന്നില്ല. അതാണ് എൻ്റെ ഓർമ്മയിൽ. പിന്നെ കേരള ക്രൈം ഫയൽസിൽ ഒരു ഷോട്ട് 21 ടേക്ക് പോകുന്നതിലല്ല എനിക്ക് പ്രൊഡക്റ്റ് ഫൈനലി അവർക്ക് ഓക്കെ ആകുന്ന ഒരു പ്രൊഡക്റ്റ് സന്തോഷമാകുന്നത്. ഓക്കേക്കാളും ആ ഡയറക്ടർ റൈറ്റർ എഴുതി വെച്ചൊരു കാര്യം അതങ്ങനെ കിട്ടുമ്പോൾ ഉള്ള നമുക്ക് കിട്ടുന്നൊരു, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അത് വാല്യൂ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കഥാപാത്രങ്ങൾ പലപ്പോഴും ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഇവര് തിരക്കഥാകൃത്തുക്കൾ എഴുതിയുണ്ടാക്കുന്ന കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റിലുമൊക്കെ ഉള്ളവർ തന്നെയായിരിക്കും. അങ്ങനെ വരുന്ന കഥാപാത്രങ്ങളെ ചുറ്റുമുള്ള മനുഷ്യരിൽ നിന്ന് കണ്ടെത്താൻ നോക്കാറുണ്ടോ? അവരെ നോക്കി പഠിക്കാനോ അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? പലരും പറഞ്ഞു കേൾക്കാറുണ്ട് അങ്ങനെ നമ്മൾ അവരുടെ കൂടെ പോയി നിന്നു പഠിച്ചു, അങ്ങനെ ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് വന്നിട്ടില്ല സത്യസന്ധമായി പറഞ്ഞാൽ. അത്രയും ഞാൻ പറയില്ല, അത്രയും സ്റ്റഡി ഹോംവർക്ക് ഒക്കെ ആവശ്യമുള്ള ക്യാരക്ടേഴ്സ് മേ ബി എനിക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. എൻ്റെ റെഫറൻസ് കൂടുതലും മറ്റ് ചലച്ചിത്രങ്ങളിൽ എൻ്റെ കണ്ടംപററീസ് അല്ലെങ്കിൽ സീനിയേഴ്സ് എന്നാണ്. ഇപ്പോൾ കുഞ്ഞി രാമായണം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ കുട്ടൻ്റെ റെഫറൻസ് എടുത്തത് 1983 സഞ്ജു ശിവറാമിൻ്റെ ഒരു തയ്യൽക്കാരൻ്റെ ക്യാരക്ടറാണ് അവൻ ചെയ്യുന്നത്. അവിടെ നിന്നാണ് ആ മുറുക്കാൻ ഞാൻ എടുത്തതും സഞ്ജുവിൻ്റെ കുറച്ച് ബിഹേവിയറും എടുത്തതും. എന്നായിരുന്നു അവൻ അർജുൻ്റെ നിന്ന് രോമാഞ്ചത്തിൽ നിന്നാണ് സൈക്കോ കുറച്ചെടുത്തത്. സൈ ചേട്ടനിൽ നിന്നും ലാൽ സാറിൽ നിന്നും ഒക്കെയാണ് ഞാൻ അരവിന്ദിൻ്റെ അതികളിന് അല്ല ഏതൊരു പടത്തെയും ഉർവശി ചേച്ചിയുടെ ഇച്ചിരി ചില അഭിനയമല്ല, ഉർവശി ചേച്ചിയുടെ യോ അത് എനിക്കൊന്ന് ചേച്ചിയുടെ നിന്ന് വേറെ ആക്ടേഴ്സും എടുത്തിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, സീനിയർ ആക്ടേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചേച്ചിയുടെ ഫസ്റ്റ് എനിക്കൊന്ന് മലയാള സിനിമയിൽ അത് വന്നത് ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അല്ലേ. അത് ഞാൻ ജെൻഡർ നോക്കാറില്ല, പെൺകുട്ടികളിൽ നിന്നും ഞാൻ എടുക്കാറുണ്ട്, നടിമാരിൽ നിന്നും. ആരും അടിക്കാറില്ലല്ലോ. പിന്നെ അല്ലാതെ ചുറ്റുള്ള മനുഷ്യരെ ചുറ്റുമുള്ളതില് ഞാൻ അത്ര ഫോക്കസ്ഡ് അത് രജിസ്റ്റർ ആവാറില്ല. അതുകൊണ്ടാണ് ഈ തിരക്കഥ മറന്നു പോകുന്നത്. ഞാൻ ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് ചേച്ചി വന്ന് 2 മണിക്കൂർ തിരക്കഥ പറഞ്ഞു. നമ്മൾ 4 മാസം കഴിഞ്ഞ ഷൂട്ട്. കഥ പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റിൽ നമുക്ക് കഥ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ ഇഷ്ടമാണ്. ഈ തിരക്കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിക്കാൻ തുടങ്ങിയ ഒരു പേജ് ഞാൻ വായിച്ചു, 2ാം പേജ് ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ 3ാം പേജ് ആദ്യത്തെ പേജിൽ ഞാൻ മറന്നു. അതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു വേറെ ആ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ റിയൽ ലൈഫിൽ അങ്ങനെ എൻ്റെ ഓർമ്മയിൽ അങ്ങനത്തെ ഒരു പെട്ടെന്നുള്ളൊരു ഇൻസിഡന്റ് ഇല്ല. അതെനിക്ക് കണക്ട് ചെയ്യാൻ ഇന്നും കിട്ടിയിട്ടില്ല. അവിടെയാണ് ആക്ച്വലി യഥാർത്ഥ ഒരു ആക്ടർ ജനിക്കുന്നത്. നമുക്ക് റിയൽ ലൈഫിലെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. മേക്കപ്പിന് ചില സാധനങ്ങൾ ഇപ്പം നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പം ലുക്കുകളിൽ ചിലരുടെ മീശ, ചിലരുടെ താടി, അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. അതെനിക്ക് കിട്ടാറുണ്ട്. ചിലരുടെ കൃതാവ്, ചിലരുടെ ഹെയർ സ്റ്റൈൽ, ചിലരുടെ ഡ്രസ്സിങ്. പക്ഷെ അവരുടെ മാനറിസംസ് ഇല്ല. അത് കുറച്ചും കൂടി ടഫ്, നെക്സ്റ്റ് ഹയർ ലെവൽ ഓഫ് ആക്ടിങ് ആണ്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം സ്വന്തമാണല്ലോ കൊടുക്കുന്നത്. ഇപ്പം പൊതുവെ പറഞ്ഞ് കേൾക്കാറുണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലും അഭിനയിക്കണം എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പം ബുദ്ധിമുട്ട് തോന്നിയ കഥാപാത്രങ്ങളെ
സൈക്കോ ബാലേന്ദ്രൻ ഇതുവരെ ഏറ്റവും ടഫ് തോന്നിയത്. പൊതുവേ ഞാൻ വെള്ളിമൂങ്ങ വരെ അത് ഡബ്ബിങ് എഞ്ചിനീയർ, സൗണ്ട് എഞ്ചിനീയർ അല്ലെങ്കിൽ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് വെച്ച് പോയ ആളാണ്. ഇതിപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ജോലിയാണ് ഡബ്ബിങ്. ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും. ആക്ച്വലി ഒരു ആവറേജ് ഒരു 3-4 ദിവസം ഒരു സിനിമയ്ക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജാണ്. കാര്യം ഒരുപാട് സാധ്യതകളുള്ളൊരു ഏരിയയാണ്. അത് പ്രേക്ഷകരിലോട്ട് എത്തുമ്പോൾ ഇമോഷൻസിനെ ഡ്രൈവ് ചെയ്യാനും ആ കാര്യത്തിനെ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അഭിനയിച്ചൊരു കാര്യം ചിലപ്പം വളരെ വേറെ രീതിയിൽ ചിലപ്പം ഡബിൽ തെറ്റിപ്പോയിട്ടൊക്കെ നമ്മൾ അയ്യോ അത് നന്നായിട്ടുണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. ഈ ഡബ് എന്ന് പറഞ്ഞാൽ ഈ പെട്ടെന്ന് പറഞ്ഞു പോവാണല്ലോ. ആ മൊമെന്റിൽ ചിലപ്പോൾ ചില തെറ്റുകൾ കൊള്ളാലോ അതിനി കിട്ടത്തുമില്ല. അപ്പൊ അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് ഞാൻ അതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇന്ന് എനിക്ക് ഡബ്ബിങ് വളരെ ഇഷ്ടമുള്ളൊരു ജോലിയാണ്. അപ്പം സൈക്കോ ആയിരുന്നു അതിൽ ഏറ്റവും കൺഫ്യൂസ് ചെയ്തത്. ബിക്കോസ് അഭിനയിക്കുന്ന സമയത്ത് പ്രവീൺ ചേട്ടൻ പറഞ്ഞത് ഞാൻ അങ്ങ് ചെയ്തു. പ്രവീൺ ചേട്ടൻ പറഞ്ഞു ഒരു പൂ ചെവി വെച്ചോ, മേക്കപ്പ് ഒക്കെ അവർ പറഞ്ഞ് ഫിക്സ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു ഇടയ്ക്കൊന്ന് ചവച്ചോ, എന്തെങ്കിലും ഒരു കുസൃതി ഒപ്പിക്കുന്നതിന് മുന്നേ ചവച്ചോ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ കിരീടത്തിൽ ലാൽ സാറ് ചവച്ചല്ലോ, അത് ഭയങ്കര. അപ്പൊ അത് തന്നെ പറഞ്ഞത് അതുപോലെ ചവച്ചോ, ഇങ്ങനെ കടിച്ചോ എന്നൊക്കെ പറഞ്ഞു. ഈ ഡബിന് പോയപ്പോ ഇയാൾ ജെനുവിൻ ആവണോ, ഇയാൾ കുസൃതി വേണോ എന്നുള്ളൊരു എസെൻസ് സോൾ ഉണ്ടല്ലോ. ഇപ്പൊ ഞാനൊരു കാര്യം ചേച്ചിയോട് പറഞ്ഞ് എനിക്കറിയാം അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് തെറ്റിദ്ധരിപ്പിക്കാന്നത് പ്രേക്ഷകരെ തോന്നിപ്പിക്കണോ അതോ ജെനുവിൻ ആണെന്ന് തോന്നിപ്പിക്കണോ, അതൊരു കൺഫ്യൂസിങ് ആയിരുന്നു. കാര്യം അത് കുറെ സമയമെടുത്തു. എനിക്കൊന്നും ഞാൻ അവരെയും കൺഫ്യൂസ് ചെയ്യും. അങ്ങനെ ഒരു നല്ല ഗുണം എനിക്കുണ്ട്. അതായത് ഞാൻ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ എൻ്റെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് ഡയറക്ടേഴ്സ് ഞാൻ അവരെ കൺഫ്യൂസ് ചെയ്ത് തിരിച്ചു വിടും. ഇപ്പം ക്യാരക്ടർ വേഷങ്ങളും നെഗറ്റീവും സൈക്കോയും ഒക്കെ കോമഡിയും ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ ഡബ്ബിങ് സമയത്ത് ഇതിൽ ഏത് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴാണ് ഈസി ആയിട്ട് നമുക്ക് കാണുമ്പോൾ കോമഡിയാണ് തോന്നാറുള്ളത്? സീരിയസ് ആൻഡ് ഇമോഷൻ നമുക്ക് ഒരുപാട് എനിക്കിതുവരെ കിട്ടിയത് വെച്ചിട്ട് ഭയങ്കര ലൗഡ് പെർഫോമൻസസും ഭയങ്കര ഇമോഷണൽ ഡെപ്ത് ഉള്ള പെർഫോമൻസസും ചെയ്ത സീനിയർ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒന്നും ഞാൻ എടുക്കില്ല, ജനറലൈസ് ചെയ്യുമല്ല. എനിക്കിന്ന് വരെ വന്നതിൽ ഒരു പരിധി വരെ ഡബിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കേണ്ടി വന്നത് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്നത്. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്നത് വേറെ വേരിയേഷൻ്റെ ആവശ്യമില്ലല്ലോ. കാര്യം ഏറ്റവും ജെനുവിൻ ആൻഡ് സീരിയസ് ആയിട്ട് പറയുക എന്നല്ലോ. മറ്റേതിൽ ഇപ്പം ഒരു ഫേക്ക് സൗണ്ട് വരാം. അപ്പം ആ ഫേക്ക് സൗണ്ട് നല്ലതാണോ എന്നാൽ ഇല്ലാതെ ഒരെണ്ണെടുത്താലോ എന്നാൽ പിന്നെ ഇങ്ങനെയൊന്നും അത്രയും വേരിയേഷൻ നമുക്കൊരു മാറ്റർ ഓഫ് ഫാക്ട് പറയാൻ ആവശ്യമില്ലല്ലോ. അപ്പം കമ്പാരിറ്റീവ്ലി അതായിരിക്കും ഈസി. നീ അവിടെ പോകാന്നൊക്കെ ഉള്ള വളരെ സാധാരണ കാര്യങ്ങൾ ചോദിക്കും. കോമഡി ചെയ്യുമ്പോഴോ? കോമഡി ടേക്സ് ടൈം. കാര്യം ഇന്ന് പ്രത്യേകിച്ച് ഓവർ ആക്ടിങ് ആവാൻ പാടില്ല. പിന്നെ പാറ്റേൺ മാറി അതെന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ ഉള്ള ശ്രമത്തിലാണ് എനിക്കൊന്ന് ഭൂരിപക്ഷം ആക്ടേഴ്സും കോമഡി ചെയ്യുന്ന ആക്ടേഴ്സിനും ഒരു ഉള്ളിലൊരു ദൈവമേ വളരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ അവർ ചെയ്യുന്നത്. അപ്പം അത് ഡബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആവാറുണ്ട്. കാര്യം കൈവിട്ട് പോകാം. ഇപ്പം ഈ അടുത്ത് ഞാൻ ഒരു പരസ്യം ചെയ്തപ്പോൾ ഞാൻ ഒരു ടെസ്റ്റ് അടിച്ച് നോക്കി, ഹോംവറാക്കി നോക്കി. പരസ്യം ആയതുകൊണ്ട് പ്രേക്ഷകർ ക്ഷമിച്ചു. അതെ, പെൻഗ്വിൻ പ്രകാശ് എന്ന എൻ്റെ കഥാപാത്രത്തിന്റെ പേര് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാനത് കമ്മിറ്റ് ചെയ്ത്. ഒരേ തരം കഥാപാത്രങ്ങൾ വരുമ്പോൾ ഇപ്പം പോലീസായിട്ടായാലും ഹെലനിലും മിന്നൽ മുരളിയിലും കേരള അതിലൊക്കെ ചെയ്തു. പിന്നെ കോമഡി ആകുമ്പോഴും തുടർച്ചയായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് സെലക്ഷൻ? ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള സിമിലർ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ പോകാതിരിക്കുക, അതാണ് ഫസ്റ്റ് സേഫ്റ്റി. പക്ഷേ ചേച്ചി ഒരു 3-4-5 കഴിഞ്ഞാൽ ഇത് തന്നെ വീണ്ടും വരും. അവിടെ മാറി ചെയ്യുന്നിടത്താണ് ഒരു നടൻ, ഞാൻ പറയാം, അവിടെ ഞാൻ എക്സ്പോസ്ഡ് ആവും. ഞാൻ അത് ആദ്യം പറഞ്ഞു. കാര്യം അവിടെ അല്ലെങ്കിൽ അതനുസരിച്ച് ആ ഡയറക്ടേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്യുന്നവരാവട്ടെ. ഇത്രയും നാൾ വന്ന പോലെ ആ വരുന്ന ഡയറക്ടർക്കും അതിനെക്കുറിച്ചൊരു വിഷൻ ഉണ്ടാവാം. എന്നെ ചെയ്തതിന് ഞാൻ ഡയറക്ടേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്,
പറ്റുന്നത്രയും ഇതിന് മുന്നേ കണ്ട നമ്മുടെ റിയാക്ഷൻസിനെ റീടേക്സ് വിളിച്ച് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. ചിലർക്ക് അത് തന്നെ മതി. ഇപ്പം ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് വിഷ്ണുവിന് ചില കാര്യങ്ങൾ എൻ്റെതായ പഴയത് തന്നെ വേണം. ഞാൻ പറഞ്ഞു വിഷ്ണു അത് ഭയങ്കര പഴയതാ, അത് നമുക്കത് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ സത്യസന്ധമായിട്ടും. നമുക്ക് സംതിങ് ന്യൂ പ്രേക്ഷകര് ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അത് ഞാൻ കമ്പയർ ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് ബീച്ചേട്ടന്റെ മാമച്ചന്റെ മീശയും ആ ലുക്ക് ഇഷ്ടമാണ്. ബീച്ചേട്ടന് ചിലപ്പോൾ അത് 5 പടം റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല അല്ലേ. ആസ് എ നടൻ ഒരു ചേഞ്ച് എല്ലാവരും താല്പര്യപ്പെടും, ചെയ്യണം എന്നുള്ളൊരു വാണ്ട് ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിഷ്ണു അതൊരു ക്ലാഷാ. ഇപ്പൊ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചപ്പോൾ ഞാൻ വളരെ അടക്കത്തോടെ ഒതുക്കത്തോടെ ഡയലോഗ് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് ബിപിൻ ദാസ് പറഞ്ഞ അടിയാ അത് വേണ്ട, കുറച്ച് എനർജറ്റിക് ആയിട്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം അവർക്ക് ആ ഇതാണ് വേണ്ടത്, അവർക്ക് വേണ്ടത് കൊടുക്കുക എന്നാണല്ലോ. ഹൃദയത്തിൽ ഇൻസിഡന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിൽ ഞാൻ സെക്കൻഡ് ഹാഫിൽ പ്രണവിൻ്റെ അടുത്ത് ക്യാമറ ബസ്സിൽ കയറ്റി ചോദിക്കുന്ന ഒരു സീൻ ഞാൻ മനസ്സിൽ എൻ്റെ ഗുരുവാണല്ലോ, ഞാൻ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, പഴയ പോലെ അല്ല. കാര്യം അദ്ദേഹം എന്നെ തട്ടം കഴിഞ്ഞിട്ട് വടക്കൻ സെൽഫി വേണ്ടി ഇപ്പോഴാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 5-6-7 വർഷമായല്ലോ. ഞാൻ നന്നായി ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ വളരെ ആ ക്യാമറ തരൂ ചെയ്ത് അളിയ അത് ഇത്ര സീരിയസ് ആവണ്ട അളിയനാണോ. അപ്പം ഞാൻ സമ്മതിക്കില്ല, അതായത് നന്നായിട്ട് കാണിക്കാതെ. അപ്പം ഞാൻ എന്നാ പിന്നെ അപ്പം അതുപോലെ ചാടി വാങ്ങിച്ച് നോക്കി. അതുകൊണ്ട് ഞാൻ മോണിറ്ററല്ല മിനി ഇങ്ങനത്തെ ഒരു മോണിറ്ററെ യൂസ് ചെയ്യുള്ളൂ, ഹാൻഡി. എല്ലാവരും വന്ന് കണ്ട് സമയം പോയായിരിക്കാം. പുള്ളിയാണല്ലോ ഡിസിഷൻ മേക്കർ, അപ്പൊ പുള്ളി മാത്രം കണ്ടാൽ മതിയല്ലോ. അപ്പൊ പുള്ളി ഒരു ബസ്സിൻ്റെ അകത്ത്, അപ്പൊ പുള്ളി ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പുള്ളിയിട്ട് പ്ലേ ബാക്ക് വിട്ട് എന്റെ സംവിധായകൻ അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി എന്നെ കൊണ്ടുവന്ന ആളാണ്. പിന്നെ ഇനി അവിടെ ഞാൻ അപ്പൊ ചില സിനിമകൾക്ക് പെർഫോമൻസ് മതി, ഭയങ്കര നടനാവണ്ട. ചില കഥാപാത്രങ്ങൾക്ക് നമ്മളുടേതായ നമ്മൾ എന്താ പറയാ ഇഷ്ടപ്പെട്ട ചേഷ്ടകളിലൊക്കെ വീണ്ടും വെക്കാം. അത് ലൈസൻസ്ഡ് ആയിരിക്കാം. റോങ് സ്ഥലത്ത് വരുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല, ശരിയാണ്. ആ വിനീതിന്റെ പടത്തിൽ നിവിൻ പോളി അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇഷ്ടമാണ്. വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞതുകൊണ്ടാണ്. പക്ഷെ അത് ഒരുപാട് വിമർശനങ്ങളായിരുന്നല്ലോ സിനിമയ്ക്ക്. ഞാൻ ആ സിനിമ തിയേറ്ററിൽ കണ്ട് OTT-യിലും കണ്ട ആളാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ കമന്റ് അല്ലെങ്കിൽ ഇത് ഇടുന്ന കാറ്റഗറി എന്നും ഒരു മേ ബി 15 ഒരു ബ്രാക്കറ്റ് വെക്കണം, 15 to 35. അതെ, അതിൻ്റെ അപ്പുറത്തോട്ട് ആരും വന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു കമന്റ് ഒന്നും ഇടാനോ ഒരു റിവ്യൂ ഒന്നും മെനക്കെടില്ല. അവര് ജീവിതത്തിന്റെ 100 ടെൻഷനിൽ ഓടുമ്പോ സിനിമ കണ്ടു കൊള്ളില്ല. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു മാർക്കറ്റിംഗ് രീതിയും കൂടിയായിരുന്നു, അതിന്റെ പ്രൊമോഷണൽ ഭയങ്കര കോമഡി പടമാണെന്നുള്ളത് ആക്ടിവിറ്റീസിൽ അങ്ങനെ തോന്നി, ഫീൽ ചെയ്തു. അത് കിട്ടിയില്ല എന്ന് വന്നപ്പോഴാണ് ആ ഒരു. ഇപ്പം മിന്നൽ മുരളിയിൽ ഒരു സീൻ ഉണ്ടായിരുന്നു, ഭാര്യനെ തല്ലുന്ന ഒരു സീന്. അതെങ്ങനെ അത് ഇതേപോലെ കുറെ റിഹേഴ്സൽ ചെയ്തു, അത് പുറത്ത് വലിച്ചിറക്കി ഇങ്ങനെ അടിച്ച് അത് റിഹേഴ്സൽ ചെയ്തു. ഒന്ന് ഞാൻ കോൺഷ്യസ് ആയിരുന്നു, പോലീസ് യൂണിഫോം ഒരെണ്ണം ജസ്റ്റ് അവിടെ ഇവിടെ ഇരുന്നൊക്കെ ഉള്ള ഹെലൻ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ചേച്ചി ഇത്രേ ഉള്ളു ഷോട്ട്, നിന്നൊക്കെ ഉള്ള 1-2 ഷോട്ടേ ഉള്ളൂ. ഒന്ന് പൊക്കക്കുറവ് ഒരു ഭയങ്കര ടെൻഷനുണ്ട് നാച്ചുറലി. അപ്പം പോലീസ് എന്ന് പറയുമ്പോൾ ടൊവിനോ 6 അടി പൊക്കത്തിനടുത്തുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യണമല്ലോ. അപ്പം അതൊരു ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഹ്യൂമറാണ്. പക്ഷെ ആ സീനിലൊന്നും ഹ്യൂമറല്ല, അയാളൊരു ചെറിയ വില്ലനിസം വരണം, അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ റിഹേഴ്സലിൽ അത് പൊസിഷനിങ് ഒക്കെ പിന്നെ ബേസിലായിട്ടുള്ള കെമിസ്ട്രി അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. നമുക്കിപ്പോൾ ആ വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അയാൾ നമ്മളുടെ അടുത്ത് അതിനൊരു സ്പേസ് തരുന്നില്ലെങ്കിൽ, അങ്ങനെയുള്ള സിനിമകൾ പറയുന്നില്ല, അതിൽ വളരെ ബോറാണ്. നമുക്ക് ഒരു ഇപ്പം എല്ലാം അങ്ങനല്ലേ, നമുക്കൊരു സുഹൃത്തുണ്ടാകുമ്പോഴും പരിചയമില്ലാത്ത ഒരു സ്ഥലത്തും നമ്മളുടെ പെരുമാറ്റ രീതികളും ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അത് റിഹേഴ്സ് ചെയ്ത സീനാണ്. ബാലേട്ടനെ എനിക്ക് ഉന്നണം, അദ്ദേഹം ഇന്നില്ല. ബാലേട്ടനെ പോലത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമയാണ് പവിത്രം.
അതെഴുതിയ മനുഷ്യരാണ് എനിക്ക് ബാലേട്ടൻ. ബാലേട്ടൻ നടനൊക്കെ ഉള്ള സെക്കൻഡറി. എനിക്ക് ബാലേട്ടനെ കാണുമ്പോൾ എന്നും ഞാൻ ബാലേട്ടനെ ഫസ്റ്റ് പരിചയപ്പെട്ട് ചോദിച്ചാൽ അവരെന്തോ ഒന്നിപ്പിക്കാൻ ചെന്ന, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പം ചേട്ടച്ചനെ മീര എന്തുകൊണ്ട് ഒന്നിപ്പിച്ചില്ല? അപ്പൊ ബാലേട്ടനെ ഉന്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര കോൺഷ്യസ് ആക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ജോയിച്ചേട്ടനെ സെവൻസിൽ ഞാൻ ചവിട്ടണം. അപ്പൊ ജോയിച്ചേട്ടൻ ഈ ഷോട്ട് കഴിഞ്ഞാൽ നമ്മളോട് ഒന്ന് തമാശ പറയുന്ന ആളല്ലേ. നമുക്ക് ആ ഡിസ്കണക്ട്, ആ കണക്ട് വന്നിട്ടില്ല ഇതെങ്ങനെയാണെന്ന്. അവസാനം ജോയ് സാറ് അദ്ദേഹം എന്നെ വേറൊന്നും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ബാക്കിൽ ഒരു വലിയ സെറ്റ് കത്തുക, വീണ്ടും കത്തിക്കാൻ പറ്റൂല. ഒരു വലിയൊരു വില്ലന്മാരുടെ സങ്കേതം തീയിട്ടിട്ട് നടന്നു വരുന്ന വഴി ജോയിച്ചേട്ടന് ഒരു ചവിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അടുത്ത് വന്നിട്ട് ഞാൻ ഇങ്ങനെ വന്നിട്ട് പതുക്കെ നെഞ്ചത്ത് തൊട്ടിട്ടൊക്കെ പോയി. അത് ഇപ്പോഴും ആ ഷോട്ടില് ഹൈ സ്പീഡ് സ്ലോ മോഷൻ കത്തുന്ന ഷോട്ടിൽ ഞാൻ അതാ ചെയ്തേക്കണേ. അത് ഈ പേഴ്സണൽ ബന്ധം സ്ക്രീനിൽ വരാറുണ്ട്, അത് വരരുത്. ഇപ്പം ഇത് പറഞ്ഞത് കൊണ്ട് ചോദിക്കാനേ, അഭിനയിക്കുന്ന സമയത്തെ ഒപ്പം അഭിനയിക്കുന്നവർ, ഇപ്പം വളരെ സീനിയേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവാം, ജൂനിയേഴ്സ് ആയിട്ടുള്ളവരും ഉണ്ടാവാം, നടിയായാലും നടനായാലും, അവരെങ്ങനെ സ്വാധീനിക്കപ്പെടുന്നു? സീനിയേഴ്സിനോടൊപ്പം എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. കണ്ടംപററീസിനൊപ്പം കൂടുതൽ ഫണ്ടാണ്. ഇപ്പോഴത്തെ ജോമോൻ അല്ലെങ്കിൽ ഹാഷിർ അല്ലെങ്കിൽ ഇപ്പം സജിൻ, അവരോടൊപ്പം ആക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ജോമോനോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ പറ്റി. ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ലേൺ ചെയ്യണം. കാര്യം അവർ കാണുന്ന ഒരു സിനിമ വേറെ ആയിരിക്കാം, അവരുടെ ലോകം വേറെ ആയിരിക്കാം, അവരുടെ കാഴ്ചപ്പാടുകൾ വേറെ ആയിരിക്കും. അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ടേ ഉള്ളൂ ചർച്ച പറ്റുള്ളൂ. അത് അവരുടെ വേൾഡിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിലോട്ട് എത്തുക എന്നുള്ളത്, അതിന് നമ്മൾ ശ്രമിക്കാറുണ്ട്. നമ്മൾ അങ്ങോട്ട് തന്നെ പോയി സംസാരിക്കുകയും. പക്ഷെ എനിക്കൊന്ന് എല്ലാവരും വെരി പോസിറ്റീവാണ്. സീനിയേഴ്സിനോടൊപ്പം എപ്പോഴും നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് അറിയാൻ, വിശേഷങ്ങൾ അറിയാൻ. അത് ഗോസിപ്പല്ല, എങ്ങനെ ചില സിനിമകളൊക്കെ ചെയ്തു. ഇപ്പം അത് പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എവറി സീനിയർ, ഇപ്പം വേണു സാർ ഉണ്ടായിരുന്നപ്പോഴാണെങ്കിലും, ലളിതാമ്മയായിരുന്നു ഉണ്ടായിരുന്നപ്പോഴാണെങ്കിലും, ജനാർദ്ദൻ ചേട്ടനോടാണെങ്കിലും, കുട്ടേട്ടനോടാണെങ്കിലും, സിദ്ദിഖേട്ടനോടാണെങ്കിലും, ജഗദീഷ് ചേട്ടനോടാണെങ്കിലും, എവറി സീനിയർ അങ്ങനെ ആ ഒരു ആസ്പെക്ട് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ടൈം മാക്സിമം. രഞ്ജി പണിക്കർ സാർ, അവരുടെ അന്നത്തെ നമ്മൾ ആ സിനിമകളാണ് ഞാൻ ഏറ്റവും എൻ്റെ ടെക്സ്റ്റ് ബുക്കുകളായി കാണുന്നത്. ആ നടന്മാരുമാണ്. മലയാള സിനിമ ഏറ്റവും സമ്പന്നമാണ് അക്കാര്യത്തിൽ. അതുകൊണ്ട് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ മേ ബി ബംഗാളി സിനിമ മാറ്റി നിർത്തി, അല്ലെങ്കിൽ ഒപ്പം തന്നെ, അതായിരിക്കും, എനിക്ക് അവിടുത്തെ പേരുകൾ പറയാൻ അറിയില്ല. പക്ഷേ മലയാളം സിനിമ ഏറ്റവും സമ്പന്നമാണ് നടന്മാരുടെ കാര്യത്തിൽ, ഇവിടുത്തെ റൈറ്റേഴ്സിൻ്റെ കാര്യത്തിൽ, സിനിമകളുടെ കാര്യത്തിൽ. ഇപ്പോൾ വേറെ റെഫറൻസ് എന്തിന്? നമ്മളുടെ ലൈബ്രറി സമ്പന്നമായിട്ടിരിക്കുന്നു. ഗുരുവായൂർ അമ്പല നടയിൽ ഗായകനും കൂടിയായി കൃഷ്ണ. ലിറിക്സ് ആയിരുന്നു അത് എസ് പറയാനുള്ള കാരണം. ബിബിൻ്റെ പടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിലൊരു ക്യാരക്ടറിനെ വിളിച്ചിരുന്നു, ഞാൻ ചോദിച്ചിട്ട് തന്നെ. പക്ഷെ അതെന്തോ അവരുടെ സ്കെഡ്യൂൾ, രാജേട്ടൻ അന്ന് കാല് ഇഞ്ചുറി വന്നു, എന്തോ ഡേയ്സ് മാറി. അപ്പോൾ അത് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നടന്നില്ല. ഫീനിക്സ് ആയിട്ട് ക്ലാഷ് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിബിൻ എന്നെ ഒരു പാട്ടിന് വിളിച്ചത്. എന്നോട് പറഞ്ഞത് ഗുരുവായൂരിൻ്റെ മേപ്പത്തൂർ അല്ലേ, അവിടെ വെച്ച് ചെയ്യുന്ന ഒരു അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ്, നമുക്ക് ഈ ശാസ്ത്രീയമായി പാടുന്ന. ഞാൻ പറഞ്ഞു അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്, അത് പഠിച്ച ഒരാൾക്കേ പറ്റുള്ളൂ. കാര്യം അത് എളുപ്പമല്ല. ഞാനിങ്ങനെ ട്രോളെന്നാണ് കണ്ടത്, അത് ഞാൻ പാടിക്കഴിഞ്ഞ രാമകഥയൊക്കെ പോലത്തെ അത് ഞാൻ വിചാരിച്ചു, എനിക്കറിയില്ല. അപ്പോൾ ലിറിക്സ്, മ്യൂസിക് വന്നു, ലിറിക്സ് അതേ ഉണ്ടാവുന്നത്. ലിറിക്സിലാണ് ഞാൻ എസ് പറഞ്ഞത്. കാര്യം ബ്യൂട്ടിഫുൾ. അത് സെയിം ടൈം അത് ഗുരുവായൂരിൻ്റെ അകത്ത് പാടാവുന്ന പാട്ടാണ്, ഒരു വിശ്വാസിക്ക് പാടാവുന്ന പാട്ടാണ്. ദ സെയിം ടൈം അതിലൊരു സിനിമാ സ്വഭാവമുണ്ട്. അത് പാടാണ്. ഇത് രണ്ടും കൂടെ ബ്ലെൻഡായി കിട്ടാൻ. ഇപ്പം വിനായകൻ്റെ എഴുത്ത്, അത് എടുത്തു പറയണ്ട, അങ്കിതിൻ്റെ ആ ബീറ്റ്സും വന്നപ്പോൾ അപ്പം ഞാൻ അഭിനയിച്ചു. അപ്പോഴാണ് അഭിനയിച്ചത്. കാര്യം കോമഡി ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പം ഞാൻ ആക്ഷൻ സോങ് ഒക്കെ ആക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. ആക്കിക്കോളാൻ പറഞ്ഞു. ഇപ്പം ചുറ്റും വില്ലന്മാരാണ്, അമ്പും വില്ലുമാ എന്നൊക്കെ ആക്ഷൻ സോങ് ആക്കി. വേറെ എന്ത് ചെയ്യാൻ, എനിക്കും അറിയില്ലല്ലോ. അപ്പോൾ ആക്കിയപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ ഓർത്തപ്പോൾ എനിക്ക് തോന്നി,
ഇപ്പം അരവിന്ദന് വേണ്ടി എനിക്ക് കൊടുജാതി വരെ ഡ്രൈവ് ചെയ്യാൻ ഭാഗ്യമുണ്ട്. മൂകാംബികയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റി. ജനുവരി 1 എല്ലാ പോകുന്ന പുണ്യാളൻ വടക്കുതാവിൻ്റെ മുന്നിലാണ്. എന്നാൽ പിന്നെ ഗുരുവായൂരും കൂടെ ഒരു 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 മേജർ ഒരു ലാൻഡ്മാർക്ക് ആണല്ലോ. എന്നാ പിന്നെ ഞാൻ ചോദിച്ചു അത് പാടാനും കൂടെ പറ്റുമോ ചോദിച്ചു. അതുകൊണ്ട് അപ്പൊ അവര് ഭയങ്കര വെൽക്കം ചെയ്തു. ബിബിൻ പറഞ്ഞ ശ്രമിച്ചോ, അങ്കിതും പറഞ്ഞു, ദീപും പറഞ്ഞു, സാരഥി ചേട്ടനും പറഞ്ഞു. അപ്പൊ ഇത്രയും പേര് പറഞ്ഞപ്പോൾ ഞാൻ ശ്രമിച്ചു. എന്നിട്ട് ഫൈനൽ എല്ലാവരെയും വിളിച്ചിട്ട് ഞാൻ ഇവരൊക്കെ വിളിച്ചു. ഇവർ ഹാരിസ് ദേശം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും എതിരഭിപ്രായമായി കട്ട് ചെയ്തോളൂ, വേറെ വെച്ചോളൂ, ഐ എം ഫൈൻ വിത്ത് ഇറ്റ്. എനിക്ക് എൻ്റെ ഒരു അത്യാഗ്രഹമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ അവർക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ അത് പക്ഷേ എനിക്ക് ഭയങ്കര ഗുണം ചെയ്തു. കാര്യം ഇന്ന് വരെ അറിയാത്തൊരു പുതിയ തലമുറ, ലെസ് ദാൻ 5 year old, അവർക്ക് അജു വർഗീസിനെ ഇപ്പോൾ വെള്ളിമൂങ്ങ ഒന്നും അറിയില്ല. എനിക്ക് അങ്ങനത്തെ ഒരു പടം കഴിഞ്ഞൊരു 10 വർഷത്തിൽ വന്നിട്ടുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു 5 years ലവ് ആക്ഷൻ ഒരു പരിധി വരെ ഉണ്ടാവാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു പടമില്ല. അവരിലോട്ട് എൻ്റെ മുഖം കൃഷ്ണ അങ്കിളായി. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു നടന്. ദ നെക്സ്റ്റ് ജനറേഷനിലോട്ട് മുഖം എത്തുക എന്നുള്ളതാണ് പാടാണ്. അതിന് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, അതിന് ഗുരുവായൂരപ്പൻ ഹെൽപ്പ് ചെയ്തു. അതെ, പക്ഷെ ആ പാട്ട് വളരെ ഞാൻ ആസ്വദിച്ച് അഭിനയിച്ചതാ, കഷ്ടപ്പെട്ട് പറഞ്ഞതാ, പാടിയെന്ന് പറയില്ല, കഷ്ടപ്പെട്ട് പറഞ്ഞ ആ വരികൾ പോയെ. പക്ഷെ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ഒരു സിനിമ മുഴുവൻ നമുക്ക് ചെയ്താൽ കിട്ടാത്ത റീച്ച് ഒരു പാട്ടിലൂടെ കിട്ടി. ഇപ്പൊ ലവ് ആക്ഷൻ ഡ്രാമയിലൂടെ നിർമ്മാണ രംഗത്തേക്കും വന്നിരുന്നു. പിന്നീട് 2 സിനിമകൾ ചെയ്തു, പക്ഷെ തുടർന്ന് കണ്ടില്ല. ഞാനും ധ്യാനും കൂടെ അടികപ്പിയാരെ ചെയ്യുന്ന സമയത്ത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ മുറി സിഗരറ്റ് വലിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ബാത്റൂമിൽ പോയി സിഗരറ്റ് വലിക്കണം എന്ന് പറഞ്ഞപ്പോൾ ബാത്റൂമിലിരുന്ന് സിഗരറ്റ് വലിക്കുമ്പോൾ ഇവനിങ്ങനെ ഷോർട്ട് ഫിലിം വിനീതിന്റെ ചെയ്തിട്ടുണ്ടെന്നും അത് പുറത്തിറക്കാൻ കൊള്ളൂലെന്നും ഇതിന്റെ ഒരു ത്രെഡ് അതായിരുന്നു. ഈ സിനിമയുടെ പോലത്തെ ത്രെഡാ അത്. ഇവന്റെ ഒരു പ്രസന്റേഷൻ നമുക്കിന്ന് മലയാളികൾക്ക് അറിയാമല്ലോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രസന്റേഷനാണ്. നമുക്ക് ചിരി ഒരുപാട് വരും ഇവന്റെ പ്രസന്റേഷൻ. എന്നാ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു സിനിമ ആലോചിക്കാന്ന് വെച്ചിട്ട് ആലോചിച്ചതാ. എന്നാൽ പിന്നെ വേറൊരാളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, നമുക്ക് തന്നെ ചെയ്യാമല്ലോ. അല്ലെങ്കിൽ നമ്മളിനി വേറൊരാളെ ബുദ്ധിമുട്ടിച്ച് പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് ഇനി അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് ആ ചീത്തപ്പേര് വന്നു. എന്നാൽ പിന്നെ നമുക്ക് തന്നെ ചെയ്യാം, നീ ഞാൻ. അവിടുന്ന് പിന്നെ വിശാഖിനെ ധ്യാൻ വിളിച്ചു. കാര്യം ഉത്തരവാദിത്തോടെ ചെയ്യുന്ന ഒരാൾ വേണമല്ലോ. അങ്ങനെ അവനില്ലായിരുന്നെങ്കിൽ ലവ് ആക്ഷൻ തിയേറ്ററിൽ വരില്ല. അത് വിശാഖ കാരണം വന്നാണ്. ബട്ട് ധ്യാനും ഞാനും ക്രിയേറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് മാത്രമേ അന്നും ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ നാച്ചുറലി എനിക്ക് ഇപ്പുറത്ത് ഇടപെടേണ്ടി വന്നു. അങ്ങനെയാണ് ലവ് ആക്ഷൻ സംഭവിച്ചത്. ലവ് ആക്ഷനിലെ സത്യസന്ധമായി ഞാൻ ആസ്വദിക്കാതെ അഭിനയിച്ച ഒരേ ഒരു സിനിമ. കാര്യം എൻ്റെ ടെൻഷൻ അപ്പുറത്തെ പ്രൊഡ്യൂസർ എന്നുള്ള ബാഗേജ് ഹ്യൂജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ തോട്ടും ഇതെങ്ങനെയെങ്കിലും തീർത്ത് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള തോട്ടായിരുന്നു. അപ്പം ഞാനിവിടെ ചെയ്യുന്ന റോളൊന്നും എന്നെ ബോധർ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ പിന്നെ പടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല റോളാണെന്ന് എനിക്കറിയായിരുന്നു ചെയ്യുന്നതിന് മുന്നേ. പക്ഷെ ധ്യാനൊരു നല്ല സംവിധായകനാണെന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് അയാൾ എന്നെ പണിയെടുപ്പിച്ചിട്ടുണ്ടെന്ന് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അവിടെയാണല്ലോ ഒരു ഡയറക്ടറിൻ്റെ മെറിറ്റ് ഇരിക്കുന്നത്, ആക്ടേഴ്സിനെ പെർഫോം ചെയ്യിപ്പിക്കുക. മുന്നോട്ട് ചെയ്യാതിരുന്ന വേറൊന്നുമല്ല, 2 എൻ്റെ പ്രൊഡക്ഷൻ ലോഗോ കണ്ടാരെ F. എന്ന ഫണ്ടാസ്റ്റിക് ഫിലിംസ്. ഈ ഡോട്ട് ഇടിച്ച ഒരെണ്ണം കഴിഞ്ഞാൽ നിർത്താറുണ്ട. അതുകൊണ്ട് തന്നെ ആ ഡോട്ട് ഇടിച്ചത്. ലോഗോ ഇരിക്കും, അരുൺ ചന്തു ലോഗോ ഇടുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, വാട്സപ്പിൽ പറയാം. അപ്പം നല്ല F വന്നു. അപ്പം എന്ത് ചെയ്യും, ഞാൻ ഡോട്ട് ഇട്ട് കൊടുക്കുക, ഒരു പടം അത് ഞാൻ നിർത്താം, അതാണ് ആ ഡോട്ട്. പിന്നെ 2 പടം കൂടെ ആയിപ്പോയെന്നേ ഉള്ളൂ. പൊതുവെ ഞാനത് ആസ്വദിച്ചില്ല ആ ജോലി. എൻ്റെ കുറച്ചും കൂടി ശ്രദ്ധയും എൻ്റെ താല്പര്യവും ക്യാമറയ്ക്ക് മുന്നിൽ തന്നെയാണെന്നുള്ളൊരു ഇത് വന്നു. ഡിസൈൻ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അവിടെ വന്നിട്ട് ഷോട്ടിന് നിൽക്കുമ്പം അപ്പുറത്തെ ലൊക്കേഷന് പെർമിഷൻ എടുക്കണം, ഇപ്പുറത്തെ ലൊക്കേഷൻ്റെ പെർമിഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇന്നലത്തെ ബാറ്റയുടെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ബാറ്റയുടെ സെറ്റിൽമെൻറ്റിൻ്റെ ലിസ്റ്റ് വരുന്നു, അത് ബാങ്കിൽ, അത് എനിക്ക് അത്രയും എൻജോയ് ചെയ്തില്ല. ആ ജോലി അല്ല എനിക്ക് ചെയ്യേണ്ട ജോലി. അതിന് വേറെ ഇവിടെ അതിന് വ്യക്തമായി അറിയാവുന്ന ധാരണയുള്ളവരുണ്ട്, അവരാ ജോലി ചെയ്യട്ടെ. ഇതാ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ മാത്രം നിന്നു. ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ സഹസംവിധായകനും കൂടിയായിരുന്നല്ലോ. സംവിധാനത്തിലേക്ക് ഇനി എപ്പോഴാണ്? എൻ്റെ പ്ലാനിലില്ല. ഇനി വളരെ ആക്സിഡൻ്റലായിട്ട് മാറിയാൽ മാത്രമേ ഉള്ളൂ. എൻ്റെ സ്വബോധത്തിൽ നിന്നുള്ള ഉത്തരത്തിൽ ഇതുവരെയുള്ള
കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം നോക്കിയിട്ട് എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിനുള്ള കേപ്പബിലിറ്റി ഇല്ല. സംവിധായകൻ എന്ന് പറയുന്നത് ഏറ്റവും ഉത്തരവാദിത്വം ഉള്ള ഒരു ജോലിയാണ്, വേണ്ട ജോലിയാണ്. സിനിമയിലെ 10-20-21 ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്ന മേഖലകളെ എല്ലാത്തിലും ഇപ്പം നമ്മൾ വിചാരിക്കും സപ്പോർട്ട് ഫങ്ഷൻസിൽ, ഇപ്പം ലോജിസ്റ്റിക്സിൽ സംവിധായകന് ശ്രദ്ധ പോകേണ്ട കാര്യമില്ലാതെ, പക്ഷെ അതിൽ വരെ ഒരു കാര്യം എത്തുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഒരു മെസ്സിലെ ഫുഡ് എത്തുന്നതനുസരിച്ചാണല്ലോ ഈ സീൻ 2 ഷോട്ടും എടുത്താൽ ഒരു സീൻ തീർക്കാമെങ്കിൽ ആ ലൈറ്റിൻ്റെ ഒപ്പം കാൽക്കുലേറ്റ് ചെയ്ത ക്യാമറമാൻ, അതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അതിൻ്റെ നടന്മാരെ ഹാൻഡിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മാനേജ്മെൻ്റ് ഉണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചൊരു ജോലിയാണ്. എന്നെ പോലത്തെ ഒരാൾക്ക് ഇന്നത്തെ എൻ്റെ 25 വയസ്സ് വരെ അത്യാവശ്യം നല്ല മെച്ചുവേർഡായിരുന്നു ഞാൻ, പക്വതയുള്ള ആളായിരുന്നു ഞാൻ. എനിക്ക് സിനിമയിൽ വന്നവിടെ അത് പോയി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഇമ്മെച്യൂരിറ്റിയിൽ എനിക്ക് തോന്നുന്നില്ല അത് എനിക്ക് ചേരും, ഞാൻ ഫെയിലിയർ ആയിരിക്കും. സിനിമ ചിലപ്പോൾ നന്നാവാട്ടോ ഞാൻ അങ്ങനെ ചെയ്യാൻ പോയാലും, കാര്യം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, നമുക്ക് നല്ല തിരക്കഥ, നമുക്ക് പേര് വെച്ചൊക്കെ ഇറക്കാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ അത് മാത്രമല്ലല്ലോ, ഒരു ഫുൾ ടീമിൻ്റെ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരാളാൽ മാറണ്ടേ. ഞാൻ ആദ്യം തന്നെ അജുനെ വിളിക്കണ്ടെന്ന് വിചാരിക്കണത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എപ്പോഴും തിരക്കായിരിക്കല്ലോ. അപ്പം അതിനിടയിൽ അപ്പോൾ ഒരു ഹായ് ഒക്കെ ഇട്ടിട്ട് ഞാനൊരു വോയിസ് നോട്ട് ഇട്ടു. പിന്നീടാണ് ഞാൻ നോക്കുന്നത് പ്രൊഫൈലിൽ എഴുതിയിട്ടുണ്ട് വോയിസ് നോട്ട് പാടില്ല എന്നുള്ളത്. അതായത് ഞാൻ മാറ്റി വേറൊന്നുമില്ല. ഈ സ്ട്രേഞ്ചേഴ്സ് ഇപ്പം രഞ്ജി പണിക്കർ സാറിനോട് ഞാൻ ചോദിച്ചപ്പം രഞ്ജി സാറ് പറഞ്ഞു അൺനോൺ നമ്പേഴ്സ് എന്നൊക്കെ വോയിസ് നോട്ട് വരുമ്പോൾ അത് ഭയങ്കര റെസ്പെക്റ്റ് കുറവാണ്. നമ്മളൊരു സീനിയറിനെ അയക്കുമ്പം നമ്മൾ ഇന്ന ആളാണ്, എനിക്ക് ഇന്ന കാര്യം സംസാരിക്കണം എന്ന് നമ്മൾ മെസ്സേജിലെ ടൈപ്പ് ചെയ്യണ്ടേ. മറ്റേത് ഭയങ്കര എളുപ്പമായി പോയില്ലേ, പ്രത്യേകിച്ച് സീനിയേഴ്സിനോട്. അപ്പം വോയിസ് നോട്ടിനോട് എനിക്ക് എതിർപ്പില്ല. പക്ഷെ അൺനോൺ നമ്പേഴ്സ് എന്ന് വരുമ്പം നമ്മൾ ചിലപ്പോൾ നിൽക്കുന്നത് പബ്ലിക്കായിട്ട് സ്ഥലത്തായിരിക്കാം, ഇയർപോഡ്സ് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യാൻ വൈകും, മിസ്സാവും. മറ്റേതാകുമ്പോൾ ഒരു നോട്ടത്തിൽ കാര്യം മനസ്സിലാവും, വിച്ച് ഈസ് ഈസി. അതുകൊണ്ട് ഞാൻ നോ വോയിസ് നോട്ട്സ് ഇട്ടു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഉണ്ട് ചാക്കോച്ചായനെ അടിപൊളിയാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച് ഞങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ എവിടേക്ക് ഞാൻ അദ്ദേഹത്തിന് ഒരു വോയിസ് നോട്ട് റിപ്ലൈ കൊടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ല നീ ഇങ്ങനെ ഇട്ടിട്ട് നീ വോയിസ് നോട്ട് ഇട്ടാൽ അത് ശരിയാണോ? അപ്പം ഞാൻ പറഞ്ഞു അത് അൺനോൺ നമ്പേഴ്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. നോൺ നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാനത് വിട്ടു. ഇങ്ങനെ ഖാലിദിൻ്റെ അടുത്ത് ഖാലിദ് റഹ്മാനോട് ഇങ്ങനെ സംസാരിച്ച് ചാൻസ് ചോദിച്ചു. ജിംഖാനയുടെ മുമ്പോ അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ ടൈമിലോ എന്തോ പറഞ്ഞ് ഖാലിദിനോട് പറഞ്ഞത്, അദ്ദേഹത്തിന് ഞാനൊരു വോയിസ് നോട്ട് ഇപ്പം ഖാലിദ് പറഞ്ഞു നിങ്ങൾ വോയിസ് നോട്ട് ഇടില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ വോയിസ് നോട്ട് ഇടാതെ ശരിയാണോ? അങ്ങനെ 2 പേര് ഇതിനെ തെറ്റായിട്ട് മനസ്സിലാക്കിയപ്പോൾ ഞാൻ മനസ്സിലായി കുഴപ്പം എൻ്റെ വോയിസ് നോട്ടിൻ്റെ ഫോട്ടോയുടെ. ഓക്കെ, എനിക്ക് വോയിസ് നോട്ട് ഇടാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല. അപ്പൊ ഞാൻ പിന്നെ ഒന്നും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ടല്ലോ, മാറ്റി ഞാൻ പ്രൊഫൈൽ പിക്ക് മാറ്റി. എന്താ ചേട്ടോ എന്തേലും ആവട്ടെ. ഇനിയും പുതുമയാർന്ന കഥാപാത്രങ്ങളുമായി അജുവിനെ ഞങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെ ഒരു ഞാൻ അന്ന് പറഞ്ഞല്ലോ, അത് ഐ കൺസിഡർ മൈസെൽഫ് എ പ്രിവിലേജ്. ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വിളിച്ചതും ഇത്രയും ചോദ്യങ്ങളും വെറും ചോദ്യങ്ങളല്ല, ഒരു നടന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇത്രയും ശക്തമായ ഒരു മാധ്യമത്തിൽ നിന്ന് വരുമ്പം അതൊരു എന്താ പറയുക അടയാളപ്പെടുത്തലും കൂടിയാണ്. ചുമ്മാ ചോദിച്ചു പോവല്ലോ, ഇത്ര ശക്തമായ ഒരു ഇതിൽ നിന്ന് ചോദ്യം വരുമ്പം ആ അടയാളപ്പെടുത്തലിന് ഭാഗമാക്കിയിട്ട് താങ്ക് യു. ഇത്ര ഞാൻ ഒരുപാട് വേണു സാറിൻ്റെ ഇൻ്റർവ്യൂസ് ട്രൂ കോപ്പിയിലൂടെയാണ് കണ്ടേക്കുന്നത്. അത് ആസ് എ ഫിലിം ലവർ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതേ സുതാര്യതയോടെ തന്നെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി പോകുന്നത് വളരെ ആസ് എ പ്രേക്ഷകൻ കൂടുതൽ അടുപ്പം തോന്നിപ്പിച്ചിട്ടുണ്ട്, ടു ബി ഫ്രാങ്ക്. അതുകൊണ്ടാണ് ഞാൻ ഇരുന്നിട്ട് അതില്ലായിരുന്നു. കാരണം പിന്നെ ഒരു പാറ്റേൺ ഭയങ്കര രസമാണ് അത്, എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ്. കാര്യം ഇത്രയും വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ഇത്രയും രസകരമായി കഥ പറയിക്കുന്നത് അത് വേറെ എങ്ങും കാണാൻ കിട്ടിയിട്ടില്ല. അതിന് എല്ലാ ഹാറ്റ്സ് ഓഫ് ട്രൂ കോപ്പി.